ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി പടം. നമ്മൾ ഇത്രയും ഗംഭീരമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ബോംബെയിലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ടുണ്ട്, അശ്വിൻ ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഭയങ്കര രസമുണ്ട് പടം. ഫൈനലി അവിടുത്തെ 1-2 പേര് കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഏറ്റവും ശരി എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും മലബാർ ഏരിയയിൽ വൻ ഹിറ്റാണ്. വൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ്. ഇവിടെയും അത് തന്നെയാണ് സിനിമ. പക്ഷേ ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അവർക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും തിയേറ്ററിൽ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ. പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും, അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ്. ഇപ്പോൾ മറ്റേ പ്രണയലു ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഭ്രമയുഗം വേറൊരു ജോണറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ്. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത്. പക്ഷേ ഇത് അതുപോലെ വേറൊരു മൂഡാണ്, ഫുൾ ഫൈറ്റാണ്. എന്നാൽ ഫാമിലി, പിന്നെ കോമഡിയും റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ട് പാക്ക്ഡ് ആണ് സിനിമ. കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത്. നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി പടം എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട്. അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രസ് മീറ്റാണിത്, തുറന്നു പറയാം. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താണെങ്കിലും ഇത് ജനങ്ങൾ കാണണം, ജനങ്ങളിലേക്ക് എത്തണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമസ്കാരം. ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് വിളിച്ചതാണ്. രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കുറവ് വരുന്ന എനിക്ക് തോന്നുന്നു. പടത്തിൻ്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിതിനകത്ത് സംസാരിക്കുന്നത് അനധികൃത മണൽക്കടത്ത്, മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.